ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ ആണ്. മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹോർമോൺസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, രാസസ്വഭാവം അനുസരിച്ച്, അതായത് കെമിക്കൽ നേച്ചറിനെ അടിസ്ഥാനമാക്കി ഹോർമോണുകളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ കാറ്റഗറി, then amino acid derivative, steroid hormone, ഐഡോതൈറോൺ, ഇങ്ങനെ നാലായിട്ട് തരംതിരിക്കാം. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ ഹോർമോണിൽ വരുന്നതാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺ, TCT, അതായത് ഒരു പ്രോട്ടീൻ ഹോർമോണാണ്, തൈറോകാൽസിറ്റോണിൻ, ദെൻ പാരാത്തോർമോൺ, ഇതൊക്കെ. അപ്പൊ ഇതെല്ലാ ഹോർമോൺസ് എല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. കാര്യം ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അതിന്റെ മെക്കാനിസം പഠിക്കാനായിട്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ് എപ്പിനെഫ്രിൻ, മെലാറ്റോണിൻ, ദെൻ സ്റ്റീറോയിഡ്സ്, ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രജൻ അഥവാ ഈസ്ട്രാഡയോൾ, കോർട്ടിസോൾ, അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണല്ലോ. ദെൻ ഐഡോതൈറോണിൻ, തൈറോക്സിൻ. ഓർക്കുക, തൈറോക്സിനും എപ്പിനെഫ്രിനെ പോലെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് തന്നെയാണ് അല്ലേ? എന്നാൽ തൈറോക്സിനെ ഐഡോതൈറോണിൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തൈറോക്സിന്റെ പ്രവർത്തന രീതി എപ്പിനെഫ്രിൻ പോലുള്ള അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോണിൽ നിന്നും വ്യത്യസ്തമാണ്. അത് നമ്മൾ അതിന്റെ പ്രവർത്തന രീതി മെക്കാനിസം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും. അതുപോലെ മറ്റൊരു കാര്യം, ബോത്ത് എപ്പിനെഫ്രിൻ ആൻഡ് തൈറോക്സിൻ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് ടൈറോസിൻ അമിനോ ആസിഡ്. അത് ബയോകെമിസ്ട്രി നമ്മൾ ഫിനൈൽ അലൈൻ മെറ്റബോളിസം എല്ലാം പഠിക്കാനുണ്ട്. അന്നേരം ഞാനിത് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴേ ഓർത്തിരിക്കുക. അപ്പൊ എപ്പിനെഫ്രിൻ തൈറോക്സിനും ഏത് അമിനോ ആസിഡിലാണ്? ടൈറോസിൻ അമിനോ ആസിഡ്. അതുപോലെ മെലാറ്റോണിൻ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡ് ആണ്. എല്ലാം വൺ വേർഡിന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മുടെ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാകും. ഇവിടെ ആദ്യത്തെ രണ്ട് കാറ്റഗറി, ഇത് പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ, പിന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോൺ, ഇത്രയും ഹൈഡ്രോഫിലിക് ആണ്. എന്താണ്? വാട്ടർ ലവിങ് ആണ്. അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോണും ഐഡോതൈറോണും, അതായത് തൈറോക്സിനും ലിപ്പോഫിലിക് ആണ്, അതായത് ലിപ്പിഡ് ലവിങ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈഡ്രോഫിലിക് ഹോർമോൺസ് ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ പ്രവർത്തനം. ലിപ്പോഫിലിക് പ്രത്യേക രീതിയിലാണ്. നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇത്രയും മനസ്സിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ തുടങ്ങാൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞാണ് ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ പറയാം. ഇനി ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അതായത് നമ്മുടെ HSA നാച്ചുറൽ സയൻസ് എക്സാം വരുന്നത് ഏതാണ്ട് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണല്ലോ. സെൻസോബിലെ ക്ലാസ്സിൽ ഇതുവരെ ചേരാത്തവർ വേഗം ചേരാൻ ശ്രമിക്കുക. കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസ് എക്സാമുകളിൽ സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിലെ സെൻസോബ് റാങ്ക് ഹോൾഡേഴ്സ് ഇവരൊക്കെയാണ്. ചിലരുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഫസ്റ്റ് റാങ്കാണ്. പിന്നെ മറ്റ് ജില്ലകളിലും എല്ലാം ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇപ്പോ ഒരു കാര്യം കൂടെ, നമ്മളിവിടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. വീക്കെൻഡ് ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. ഓൺലൈനും ഓഫ്ലൈനും പുതിയ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാം. ഏത് ഹോർമോൺ അത് പ്രവർത്തിക്കണമെങ്കിൽ, എന്ത് വേണം? ഹോർമോണുകൾ ഏത് കോശത്തിലാണോ പ്രവർത്തിക്കുന്നത് അത്തരം ലക്ഷ്യകോശങ്ങളിൽ കാണുന്ന പ്രത്യേക അതായത് സ്പെസിഫിക് ഹോർമോൺ ഗ്രാഹികളുമായിട്ട്, അതായത് ഹോർമോൺ റിസപ്റ്റേഴ്സുമായിട്ട് കൂടിച്ചേരണം, ബന്ധിക്കണം. എന്നാൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ ദീപം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഹോർമോൺ ഒരു പ്രത്യേക സെല്ലിൽ പ്രവർത്തിക്കണമല്ലോ. അപ്പൊ ആ ടാർഗറ്റ് സെല്ലിൽ കാണുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ റിസപ്റ്ററുമായിട്ട് ബന്ധിക്കണം. ഇപ്പോൾ ഏതാ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പോലെ എ പർട്ടിക്കുലർ എൻസൈം ക്യാൻ ബൈൻഡ് വിത്ത് ഓൺലി എ സ്പെസിഫിക് സബ്സ്ട്രേറ്റ് അല്ലേ? ഇപ്പൊ ലക്ഷ്യകോശങ്ങളിൽ കാണുന്ന ടാർഗറ്റ് സെൽസിൽ കാണുന്ന ഹോർമോൺ ഗ്രാഹികളെ
കോശസ്തരത്തിൽ കാണുന്ന സ്തരബന്ധിത ഗ്രാഹികളെന്നും, അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്നും, കോശത്തിനുള്ളിൽ കാണുന്ന കോശാന്തര ഗ്രാഹികളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഞാനത് ഇത് കാണിച്ചിട്ട് പറയാം. നമുക്ക് ഈ ചാർട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ രണ്ടായിട്ട് ഹോർമോൺ ഗ്രാഫികൾ നമ്മൾ തരംതിരിച്ചിരിക്കുന്നുണ്ട്. സ്തര ബന്ധിത ഗ്രാഹികൾ, അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്, ദെൻ കോശാന്തര ഗ്രാഹികൾ, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് തന്നെ GPCR, റിസപ്റ്റർ ടൈറോസിൻ കിനേസ്, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ GPCR വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാണ് ചോദിച്ചത്. റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് നെറ്റിനും HSSTക്കും നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇതിൽ HSC ലെവലിൽ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കണം, അത് ഞാൻ പറയാം. ദെൻ GPCR ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആണല്ലോ. അപ്പൊ അതില് എന്തൊക്കെയുണ്ട്? സൈക്ലിക് AMP പാത്വേ, IP3 ടാഗ് പാത്വേ. അതെന്താണ്? അതായത് പ്രധാനപ്പെട്ട രണ്ടെണ്ണം ആണ് ഞാൻ GPCR, രണ്ട് രീതിയിലുള്ള പാത്വേ കൊടുത്തിരിക്കുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് GPCR ഉണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് എന്തെല്ലാം സൈക്ലിക് AMP പാത്വേ ഷോ ചെയ്യുന്നതും IP3 ടാഗ് പാത്വേ ഷോ ചെയ്യുന്നതും. അതായത് ഇത് ഏത് തരത്തിലുള്ള മെസ്സഞ്ചർ വഴിയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ്. ഇപ്പോൾ സൈക്ലിക് AMP പാത്വേ എന്ന് പറയുമ്പോൾ സൈക്ലിക് AMP എന്ന സെക്കൻഡ് മെസ്സഞ്ചർ വഴി പ്രവർത്തിക്കുന്നുണ്ട്. IP3 ടാഗ് പാത്വേ എന്ന് പറയുമ്പോൾ IP3 എന്ന സെക്കൻഡ് മെസ്സഞ്ചർ വഴി പ്രവർത്തിക്കുന്നത്. അത് ഞാൻ എടുക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാക്കുക, ഗ്രാഹികൾ സ്തരബന്ധിത ഗ്രാഹികളും പിന്നെ കോശാന്തര ഗ്രാഹികളും. സ്തരബന്ധിത ഗ്രാഹികൾ, അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ തന്നെ GPCR, റിസപ്റ്റർ ടൈറോസിൻ കിനേസ്. ദെൻ അത് തന്നെ രണ്ട് രീതിയിൽ പാത്വേ ഉണ്ട്. ഏതാ? GPCR തന്നെ രണ്ട് രീതിയിലുള്ള പാത്വേ ഷോ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കോശാന്തര ഗ്രാഹികൾ, അതായത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന റിസപ്റ്റർ കാണാം, അപ്പോൾ ന്യൂക്ലിയർ റിസപ്റ്റർ കാണാം. ഈ ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ പറയാം. മനസ്സിലായല്ലോ? ദെൻ ഈ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഏതുമായിട്ടാണ് പറയാൻ ബൈൻഡ് ചെയ്യുന്നത്? ഹൈഡ്രോഫിലിക് ഹോർമോൺസുമായിട്ടാണ്. നമ്മൾ ആൾറെഡി ഹൈഡ്രോഫിലിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഞാൻ ബാക്കിലോട്ട് പോകുന്നില്ല. അതുപോലെ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്നത് ലിപ്പോഫിലിക് ഹോർമോൺസ് ആണ്. ഇതൊക്കെയാണ് സ്റ്റീറോയിഡ്, അതുപോലെ തൈറോക്സിനൊക്കെ. അപ്പൊ ഇവിടെ ഇത് വീണ്ടും രണ്ട് രീതിയിൽ പറഞ്ഞല്ലോ, സൈറ്റോപ്ലാസം റിസപ്റ്റർ, ന്യൂക്ലിയർ റിസപ്റ്റർ. ഇപ്പോൾ ഇൻട്രാസെല്ലുലാർ ആണ് റിസപ്റ്ററാണ്, അത് സൈറ്റോപ്ലാസത്തിലായിരിക്കാം, ചിലപ്പോൾ ന്യൂക്ലിയസിലായിരിക്കാം. ഓർക്കുക, സ്റ്റീറോയിഡ് ഹോർമോൺ ആണെങ്കിൽ അത് സൈറ്റോപ്ലാസ്മ റിസപ്റ്ററും ആകാം, ചില സ്റ്റീറോയിഡ് ഹോർമോൺ ന്യൂക്ലിയർ റിസപ്റ്ററും ആകാം. പക്ഷേ തൈറോക്സിൻ്റെ ഏതേ ഉള്ളൂ? ന്യൂക്ലിയർ റിസപ്റ്ററേ ഉള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കുക. ന്യൂക്ലിയറിന്, അപ്പോൾ തൈറോക്സിന് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണ്, ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററിലും ഏതാണ്? ന്യൂക്ലിയർ റിസപ്റ്റർ ആണ്. അത്രയും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ GPCR പറഞ്ഞല്ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. ആ GPCR എന്ന് പറയുന്ന റിസപ്റ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. സ്തരബന്ധിത ഗ്രാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ? GPCR. GPCR ഒരു 7 ഹെലിക്സ് റിസപ്റ്ററാണ്. എന്താണ് 7 ഹെലിക്സ് റിസപ്റ്റർ? ഈ പേരുകളെല്ലാം ചോദിക്കാം കേട്ടോ. GPCRൽ ചിലപ്പോൾ 2-3 പേരുണ്ട്, ആ പേര് ചോദിക്കാം. GPCR ഒരു 7 ഹെലിക്സ് റിസപ്റ്റർ ആണ്. ഞാൻ ഡയഗ്രാം കാണിക്കാൻ എന്നിട്ട് പറഞ്ഞുതരാം. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ആ പ്ലാസ്മ മെംബ്രെയിനിൽ കണ്ടോ GPCR ഇരിക്കുകയാണ്. GPCRന്റെ ഫുൾ ഫോം എന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. എന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അപ്പോൾ ജി പ്രോട്ടീനുമായിട്ട് കപ്പിൾ ചെയ്ത് കാണുന്ന റിസപ്റ്റർ ഇതാണ് റിസപ്റ്റർ. ഇതാ ജി പ്രോട്ടീൻ, ഇതാണ് കേട്ടോ. ഈ ജി പ്രോട്ടീനിൽ 3 ഘടകങ്ങളുണ്ട്: ആൽഫ, ബീറ്റ, ഗാമ. കേട്ടോ, ആൽഫ, ബീറ്റ, ഗാമ. ആൽഫയിൽ ഏതാ ചേർന്നിരിക്കുന്നതെന്ന് നോക്കി, GDP ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ, എൻ്റെ പേരിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. അതായത് ഇതിന് മറ്റൊരു പേരുണ്ട്, സെർപ്പന്റൈൻ റിസപ്റ്റർ എന്ന് പറയും. അപ്പൊ GPCR എന്ന് പറയും സെർപ്പന്റൈൻ. സെർപ്പന്റൈൻ എന്താ? സ്നേക്ക്.
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. അതിന് സെർപ്പന്റൈൻ. അപ്പൊ GPCRന് ഒരു സെർപ്പന്റൈൻ പാറ്റേൺ ഉള്ളതുകൊണ്ട് ഇതിനെ സെർപ്പന്റൈൻ റിസപ്റ്റർ എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇവിടെ ഇതിന് പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയാം. അതിന്റെ സി ടെർമിനസ് ഓഫ് GPCR ഇൻട്രാസെല്ലുലാർ ആണ്. അപ്പോൾ വെളിയിലോട്ട് കാണുന്ന എൻ ടെർമിനലാണ്. ഇത്രയും ഓർക്കാമല്ലോ. GPCRനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നും കൂടെ, അത് 7 ഹെലിക്സ് റിസപ്റ്റർ ആണ്. കാരണം 7 പ്രാവശ്യം ഈ പ്രോട്ടീൻ ഹെലിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാൻ ചെയ്ത് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ സെർപ്പന്റൈൻ റിസപ്റ്റർ എന്ന് പറയും. സി ടെർമിനസ് അകത്താണ് കാണുന്നത്, പിന്നെ എൻ ടെർമിനൽ പുറത്താണ്. ഓക്കെ. ദെൻ ഈ ടൈറോസിൻ കൈനേസ് എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ HSA ലെവലിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തതിന് കാരണം ഹോർമോണിന്റെ റിസപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോഫിലിക് റിസപ്റ്റർ എങ്ങനെയാണ്, അത് ഏതൊക്കെയാണ് ഹൈഡ്രോഫിലിക് ഹോർമോണുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, ലിപ്പോഫിലിക് നമ്മൾ പറഞ്ഞു. ഇനി ഇൻസുലിൻ, അത് എന്താണ്, ഒരു ഹൈഡ്രോഫിലിക് ഹോർമോണാണ്. പക്ഷെ അതിന് ഇതൊന്നുമല്ല, അത് RTK ആണ്. അതായത് റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് വഴിയാണ്. അതാണ് നോക്കി, റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് അഥവാ RTK. ഇവിടെ ദ ലിഗാൻസ് ഫോർ RTKs ആർ എന്തെല്ലാം, ഇൻസുലിൻ ആകാം, എപ്പിഡമൽ ഗ്രോത്ത് ഫാക്ടർ ആകാം, പ്ലേറ്റഡ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ആകാം. ഇതൊക്കെയാണ്. ഇതില് ഇൻസുലിൻ ഓർക്കുക, RTK ആണ് അതിന്റെ റിസപ്റ്റർ. ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ പാത്വേ പറയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ പറയുന്ന പാത്വേയില് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിലൊന്ന് ചോദിച്ചാൽ അത് ചോദിക്കാം. GPCR, അതായത് മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ, ഇതിലൊന്ന് ചോദിച്ചാൽ. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറയാം. അതുപോലെ ഏതും ചോദിക്കാം. ഇവിടെ ഞാൻ പറയുന്നതിൽ ഒരു 4-5 കാര്യങ്ങൾ പറയും. ആ 4-5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. നോക്കാം. ഇതാ ഹോർമോൺ ബൈൻഡ് ചെയ്തു. ഹോർമോൺ ഓർക്കുക, ഫസ്റ്റ് മെസ്സഞ്ചർ ആണ് ഹോർമോൺ. സെക്കൻഡ് മെസ്സഞ്ചർ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാ ഫസ്റ്റ് മെസ്സേജ് കൊണ്ടുവന്നു എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്താണോ ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്, ആ ഫങ്ഷൻ എന്ന് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആ എപ്പിനെഫ്രിൻ്റെ എന്താണോ ഫങ്ഷൻ ചെയ്യേണ്ടത് ആ മെസ്സേജും കൊണ്ടുവന്നിരിക്കുകയാണ്. അത് GPCRൽ വന്ന് ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യും, ഈ GPCR കുറച്ച് ഉത്തേജിപ്പിക്കപ്പെടും. അതായത് അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ അതുമായിട്ട് ചേർന്നിരിക്കുന്ന G പ്രോട്ടീനും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ G പ്രോട്ടീൻ ഒരു ട്രൈമറാണ്. അത് ആൽഫ, ബീറ്റ, ഗാമ. അതിലുള്ള ഈ ആൽഫ എപ്പോഴും ചേർന്നിരിക്കുന്നത്, റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നത് GDP-യുമായിട്ട് ചേർന്നതാണ്. കണ്ടോ. അപ്പൊ ഈ ട്രൈമറിൽ നിന്ന് ആൽഫ യൂണിറ്റ് അങ്ങോട്ട് മാറും. ഈ ആൽഫ യൂണിറ്റ് ഈ ട്രൈമറിൽ നിന്ന് മാറും. അപ്പോ ഇവിടെ ഇതങ്ങോട്ട് മാറും. ഇത് മാറി ഇതങ്ങോട്ട് കൊണ്ടോ പോകുന്നു. ഉടനെ അതില് GDP മാറി GTP ആകും. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ചിലപ്പോൾ അതായിരിക്കുകയല്ല ചോദിക്കുന്നത്. ഞാൻ നേരത്തെ GPCRന്റെ പേര് പറഞ്ഞു, 7 ഹെലിക്സ്. അത് ചിലപ്പോൾ 6 ഹെലിക്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഏതും ഞാൻ ഈ പറയുന്ന വേർഡുകൾ നമുക്ക് ഓർമ്മിച്ചിരിക്കുക. ഇനി ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറയും. അതായത് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ മനസ്സിലാക്കുക. വെൻ ഹോർമോൺ ലൈക്ക് എപ്പിനെഫ്രിൻ, ഇവിടെ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും ഹോർമോൺ ഏതൊക്കെയാകാം, ഗ്ലൂക്കാഗോൺ ആകാം, എപ്പിനെഫ്രിൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആകാം. ഇതെല്ലാം ഹൈഡ്രോഫിലിക് അല്ലേ. അപ്പൊ ഇതേതെങ്കിലും ഹോർമോൺ ഒന്ന് ബൈൻഡ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യും, G പ്രോട്ടീൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ട്രൈമർ ആയിട്ടിരിക്കുന്ന ആ G പ്രോട്ടീനിൽ നിന്ന് ആൽഫ യൂണിറ്റ് അതങ്ങനെ ഇവിടെ നിന്ന് മാറും. അപ്പൊ ആൽഫ യൂണിറ്റ് മാറിയ ഉടനെ എന്താ സംഭവിക്കുക, GDP മാറി, അതിൽ GTP കണ്ടോ, GTP ആയി. ഇനി ഈ GTP, അപ്പോൾ ആൽഫ യൂണിറ്റ് GTP ആയിട്ട് ചേരുമ്പം അതങ്ങോട്ട് സ്റ്റിമുലേറ്റ് ആയി. GTP ആയിട്ടല്ലേ, ATP അല്ല, ഓർക്കുക. അപ്പോൾ GTP ആയിട്ട് ചേരും. എന്നിട്ട് ഈ സ്റ്റിമുലേറ്റഡ് ആയ ഈ ആൽഫ യൂണിറ്റ് എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസിനെ ഉത്തേജിപ്പിക്കും. ഇത് സീക്വൻസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ ആണ്. എന്താണ് അഡിനിലേറ്റ് സൈക്ലേസ്? അത് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട്. അതിന്റെ മറ്റൊരു പേര് കൂടെ ഓർത്തിരിക്കുക, അഡിനിലൈൽ സൈക്ലേസ്. എന്താണ് അഡിനിലൈൽ സൈക്ലേസ് ആണ് അഡിനിലേറ്റ് സൈക്ലേസ്.
അപ്പൊ അഡിനിലേറ്റ് സൈക്ലേസ് സ്റ്റിമുലേറ്റ് ആയാൽ എന്താണെന്ന് അറിയാമോ ചെയ്യുന്നത്? അടുത്ത കാര്യം, ATP സൈക്ലിക് AMP ആക്കുന്നു. അപ്പൊ ഇനി ATP സൈക്ലിക് AMP ആയിട്ട് മാറിയാൽ ആ സൈക്ലിക് AMP എന്ത് ചെയ്യണമെന്ന് പറയുമോ? ഇനാക്റ്റീവ് ആയിട്ട് കാണുന്ന പ്രോട്ടീൻ കൈനേസ് എയെ ആക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എ ആക്കും. ഓക്കെ, അപ്പൊ ഇത്രയും സീക്വൻസ് ആയിട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിലൊന്നല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് സാറിന് ചോദിക്കത്തില്ല HSC ലെവലിൽ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ, അതായത് when this epinephrine bind to the GPCR, then the GPCR gets stimulated, that will stimulate the G protein. Then the G protein അത് സ്റ്റിമുലേറ്റഡ് ആയി ഉത്തേജിക്കപ്പെട്ടു. അപ്പോൾ അതിലെ ആൽഫ യൂണിറ്റ് ഇവിടെ നിന്ന് മാറി. ആൽഫ യൂണിറ്റ് ആദ്യം റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഏതാ? GDP. അപ്പൊ GDP മാറി GTP ആയി. അന്നേരം ആൽഫ യൂണിറ്റ് വീണ്ടും സ്റ്റിമുലേറ്റ് ആയി. ആ സ്റ്റിമുലേറ്റ് ആയുള്ള ആൽഫ യൂണിറ്റ് ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ അഡിനിലൈറ്റ് സൈക്ലേസ് അഥവാ അഡിനിലൈറ്റ് സൈക്ലേസ്. അപ്പൊ അഡിനിലൈറ്റ് സൈക്ലേസ് എന്ത് ചെയ്യും? ATP സൈക്ലിക് AMP ആയി. കണ്ടോ, സെക്കൻഡ് മെസ്സഞ്ചർ കിട്ടി. അപ്പോൾ ഈ സെക്കൻഡ് മെസ്സഞ്ചർ എന്താ ചെയ്യുക? ഇനാക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എയെ ആക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് ആക്കി. അപ്പൊ ആക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എ വിൽ ഡു ദ നെക്സ്റ്റ് ഫംഗ്ഷൻ. അതായിരിക്കും എപ്പിനെഫ്രിൻ ആണ് ബൈൻഡ് ചെയ്തെങ്കിൽ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അതിന് വേണ്ട കാര്യങ്ങളല്ലേ നടക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? ഇതിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ ഡാഗ് പാത്വേയും IP3 ഡാഗ് പാത്വേയും പിന്നെ സ്റ്റീറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇതിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാനിപ്പോ തരാം. ഈ ക്വസ്റ്റ്യൻ ആണ്, അതായത് G പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് A GTP-യുമായി ബന്ധിപ്പിക്കുമ്പോൾ, B ATP-യുമായി ബന്ധിക്കുമ്പോൾ, ദെൻ ഫിറമോണുകളുമായി ബന്ധിക്കുമ്പോൾ, ദെൻ സൈറ്റോ റിസപ്റ്ററുമായി ബന്ധിക്കും. ഏതാണ് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, അതാ GTP-യുമായി ബന്ധിക്കുമ്പോഴല്ലേ പ്രവർത്തനക്ഷമമാകുന്നത്. ഓക്കെ, സൈക്ലിക് AMP-യിൽ G പ്രോട്ടീൻ പ്രേരിപ്പിക്കുന്നത്, സൈക്ലിക് AMP പാത്തയിൽ G പ്രോട്ടീൻ പ്രേരിപ്പിക്കുന്നത് ഏതിനെയാ? ഫോസ്ഫോലിപ്പേസ് ആണോ? അല്ല, ഫോസ്ഫോലിപ്പേസ് നമുക്ക് ഡാഗ് പാത്വേ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ പറയാം കേട്ടോ. അതും ഡാഗ് പാത്വേ ചോദിക്കാൻ ചിലപ്പോ. IP3 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, +2 IP3 ഒരു സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ +2 അത് IP3 എന്താ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ് പറഞ്ഞു. പക്ഷെ അത് പ്രവർത്തിക്കുന്ന രീതി അത് HSC ചോദിക്കാം. കാരണം കഴിഞ്ഞ തവണ നമുക്ക് സൈക്ലിക് AMP ഒരു സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് ഹോർമോണിൽ +2 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ പാത്വേ ഒന്നും അവർക്ക് പഠിക്കണ്ടല്ലോ. പക്ഷെ നമുക്കത് ചോദിച്ചത് കണ്ടോ. അപ്പൊ അതുപോലെ ഡാഗ് പാത്വേയിലൊന്നും ചോദിക്കാം. അത് അടുത്ത പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇവിടെ സൈക്ലിക് AMP പാത്വേയിൽ G പ്രോട്ടീൻ പ്രേരിപ്പിക്കുന്ന ഇതിന് അഡിനിലൈൻ സൈക്ലേസിനെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് അടുത്ത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അത് പിന്നീട് എടുക്കാം. ഓക്കെ, ഇത്രയും നോക്കുന്ന മതി. ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. താങ്ക് യു.